തലസ്ഥാനത്ത് സ്മൃതിവന്ദനം എന്ന പരിപാടിക്കെത്തിയവരുടെ കണ്ണു നിറഞ്ഞു. മരണാനന്തരം അവയവദാനം ചെയ്തവരുടെ കുടുംബാംഗങ്ങളാണ് ആദരം ഏറ്റുവാങ്ങാൻ എത്തിയത്. തിരുവനന്തപുരം ടാഗോറിൽ വെച്ച് നടന്ന ചടങ്ങിൽ 122 കുടുംബാംഗങ്ങളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും ആദരം ഏറ്റുവാങ്ങിയത്. വാക്കുകൾ മതിയാകാതെ വന്നു. മന്ത്രി കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തി. മരണാനന്തരം അവയവദാനം നടത്തിയവരുടെ കുടുംബാംഗങ്ങൾ ആദരവേറ്റുവാങ്ങി. കോട്ടയം കുറുവിലങ്ങാട്ടിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ആൽവിൻ ജിമ്മിച്ചന്റെ അമ്മയെപ്പോലെ ഉറ്റവരെ ഓർത്ത് പലരും വിങ്ങിപ്പൊട്ടി. കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ ആശ്വാസമായി. അപ്രതീക്ഷിതമായ ഉണ്ടായ ദുരന്തത്തിൽ ആ വേദനകൾക്കിടയിൽ പ്രിയപ്പെട്ടവർ നഷ്ടമാകുന്ന തീവ്ര ദുഃഖത്തിൽ മറ്റുള്ളവർക്ക് അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ എടുക്കുന്ന ആ തീരുമാനം ലോകത്തിലെ ഏറ്റവും മഹത്തായ തീരുമാനങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ കരുതുകയാണ്. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവദാനം ചെയ്ത 122 പേരുടെ കുടുംബാംഗങ്ങളാണ് സ്മൃതിവന്ദനം എന്ന ചടങ്ങിനെത്തിയത്. അവയവങ്ങൾ സ്വീകരിച്ചവരുടെ ചികിത്സയ്ക്കായുള്ള മരുന്നുകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഒടുവിൽ അവയവദാതാക്കളുടെ ധീരസ്മരണകൾക്ക് മുന്നിൽ ചടങ്ങിനെത്തിയവർ വെളിച്ചം തെളിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.